ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോണിയയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആൽബി അങ്ങോട്ടേക്ക് വന്നത്. ആൽബിയെ പിന്തുടർന്ന് ഗുണ്ടകളുണ്ട്, പക്ഷെ അത് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണി ഒന്നാമതൊരു സ്വപ്നം കണ്ടതിൻ്റെ പേടിയിലാണല്ലോ ഉള്ളത്. കിരണിന് എന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ തന്നെയാണ് കല്യാണി ഉള്ളത്. അപ്പോൾ കല്യാണി ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത്, സോണിയുടെ വീട്ടിലേക്ക്. അപ്പം ആൽബിയെ കണ്ടപ്പോൾ തന്നെ കല്യാണി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ആഹാ, ആൽബിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ, കല്യാണി വന്നോ എന്ന് ആൽബിയും ചോദിക്കുന്നുണ്ട്. കല്യാണി അകത്ത് വന്ന സമയത്ത് സോണി പറയുന്നുണ്ട്, ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതാ. അപ്പം ആൽബി പറയുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മോളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കല്യാണി തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നത് ശല്യമായോ? കല്യാണി വന്നതുകൊണ്ടാണ് ഞാൻ സോണിയെ കൂട്ടിക്കൊണ്ട് പോവാത്തത്. സോണിയും പറയുന്നുണ്ട്, ആൽബിയേട്ടന് ടെക്സ്റ്റൈൽസിൽ പോകാൻ വേണ്ടി വന്നതാ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോയിക്കൂടെ? കല്യാണി ചോദിക്കുമ്പം ആൽബി പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ അവിടെ എത്തിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളവിടെ എത്തിയാൽ മതി. ഇന്നല്ലേ രജിസ്ട്രേഷൻ? കല്യാണി ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും സോണിയുടെ അച്ഛനും അമ്മയും കേൾക്കുന്നില്ലല്ലോ, ആൽബി വിനയത്തോടു കൂടി പറയാണ്. അപ്പോൾ കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ്, സ്വത്തും പണയം തരുന്നതിലല്ല ആൽബിയേട്ട കാര്യം. സോണിയുടെ ഭാവി എന്താവുമെന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആൽബിയേട്ടനും പപ്പയും എത്തിയത്. സത്യം പറഞ്ഞാൽ അതെല്ലാവർക്കും ആശ്വാസമായി, അതിന് എന്ത് പകരം തന്നാലും മതിയാവില്ല. അപ്പോൾ സോണി സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചിട്ട് ആൽബിയെ നോക്കുകയാണ്, കാരണം അത്രയും ആൽബിയെ കിട്ടിയതിൽ അവരെല്ലാവരും സംതൃപ്തരാണ്. അപ്പം ആൽബിയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും പകരമായിട്ട് തരണ്ട. സോണിയെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ചാരുമോളെ കാണിച്ചിട്ട് പറയാണ്, ദേ ഈ മോളെയും തന്നാൽ മതി. അപ്പോഴേക്കും ചാരുമോളെ സോണി വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇനി നമുക്ക് ടെക്സ്റ്റൈൽസ് വെച്ച് കാണാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുമ്പോൾ ആൽബി ചോദിക്കുന്നുണ്ട്, അല്ല കിരൺ വന്നില്ലേ കല്യാണി? കിരണേട്ടൻ അത്യാവശ്യമായിട്ട് വെബ്സൈറ്റ് വരെ പോയിരിക്കുക ആണോ? ശരി. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അതെ ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചൊരു ടെൻഷനോട് കൂടിയാണ് കല്യാണി പറയുന്നത്. അതെ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് അറിയാമല്ലോ. സോണിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങൾക്കും ശത്രുക്കളായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണേ. ഞാനാണെങ്കിൽ ഒരു ദുസ്വപ്നം കാണുകയും ചെയ്തു. അപ്പോൾ ആൽബി ധൈര്യം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് ഒന്നും സംഭവിക്കില്ലെന്നേ, നമ്മളൊക്കെ ഈ ശത്രുക്കളെയും ഭയന്നുകൊണ്ട് നടന്നാൽ ജീവിക്കാൻ പറ്റുമോ? വരുന്നത് പോലെ വരട്ടെ. അപ്പം കല്യാണി സന്തോഷത്തോടുള്ള രീതിയിൽ പോലെ ചിരിക്കുകയാണ്, കാരണം അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് ആൽബി ഇറങ്ങുകയാണ്. ആൽബി കാറും കൊണ്ട് പോയ സമയത്ത് കല്യാണി സോണിയോട് പറയുന്നുണ്ട്, കിരണേട്ടനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആൽബി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ആ ഗുണ്ടകൾ ആൽബിക്ക് പിന്നാലെ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ആൽബി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ അവരും വന്നിട്ട് അവരും അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആൽബി സ്വയം വിചാരിക്കുകയാണ്, ഹോ എന്തൊരു ചൂടാണിത് എന്ന് പറഞ്ഞിട്ട് മേലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഷർട്ടിന് മേലെ ഇട്ടിട്ടുണ്ടായിരുന്ന കോട്ട് ഊരിയിട്ട് കാറിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ആൽബി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നടന്നു പോവാണ്. അപ്പം ഗുണ്ടകളിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, അവൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവനെ തീർത്തിരിക്കണം. കല്യാണി സോണിയും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം സോണിയുടെ ഫോണിലേക്ക് കിരൺ വിളിക്കുന്നുണ്ട്, മോളെ എനിക്കിന്ന് രജിസ്ട്രേഷൻ ഓഫീസിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കിരൺ സോണിയോടായിട്ട് പറയാണ്, ഇവിടെ ആണെങ്കിൽ വർക്ക് കുറച്ച് കൂടുതലാണ്, ഞാനിവിടെ നിന്നേ പറ്റൂ. അപ്പോൾ സോണിക്ക് ചെറുതായിട്ട് വിഷമാവുകയാണ്. അപ്പം കിരൺ ചോദിക്കുന്നുണ്ട്, കല്യാണം ഇവിടെ എത്തിയോ? ഓ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പം കിരൺ പറയാണ്, ഇന്നലെ അവളൊരു ദുസ്വപ്നം കണ്ടതുകൊണ്ട് അവൾ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്, നീ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവളോടൊന്ന് പറഞ്ഞേക്ക്. അപ്പം സോണി പറയുന്നുണ്ട്, ഞാൻ കല്യാണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കല്യാണിക്ക് കൈമാറാണ്. അപ്പം കല്യാണി ഒരു സങ്കടത്തോടു കൂടി തന്നെയാണ് വിളിക്കുന്നത്, കിരണേട്ടാ ദേ എനിക്കൊരു കുഴപ്പമില്ല, ഞാനിവിടെ സന്തോഷത്തോടു കൂടിയാണുള്ളത്, ഞാൻ മാത്രമല്ല ഹരിയേട്ടനും ഒക്കെ ഉണ്ട്. ഏയ് എന്നാലും സൂക്ഷിക്കണേ, മുകളിലേക്ക് കയറുമ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ. കല്യാണിക്ക് ആ പരിഭ്രമം വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല, എവിടെയാണ് കെണിവെച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കിരൺ ആശ്വസിപ്പിക്കുന്നുണ്ട്, ദേ എനിക്കൊന്നും സംഭവിക്കില്ല, നീ ഞാൻ പറഞ്ഞതുപോലെ സോണിയുമായിട്ട് ചെയ്യും. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഞങ്ങൾ ഇടയ്ക്കൊന്ന് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ആൽബിയേട്ടൻ എവിടെ കാത്തിരിക്കാന്നാണ് പറഞ്ഞത്. ആഹാ, എന്നാൽ പിന്നെ പെട്ടെന്ന് ചെല്ല്, ഞാനും ആൽബി അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക്, കിരൺ സന്തോഷത്തോടുകൂടി പറയാണ്. പക്ഷേ കല്യാണിക്ക് വീണ്ടും ഒരു സമാധാനമില്ല, വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ദേ സൂക്ഷിക്കണേ, നീ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കിരൺ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയാണ് സന്തോഷത്തോടു കൂടി തന്നെയാണ് കല്യാണി ഫോൺ വെക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും ചാരുമോളെയും കൂട്ടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. രാഹുൽ വീട്ടിന് മുന്നിൽ വന്ന് കാറ് കൊണ്ടുവന്ന് നിർത്തിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ശേഷം ഫോൺ എടുത്തിട്ട് ആ ഗുണ്ടയെ കോൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ടെക്സ്റ്റൈൽസിന് പുറത്ത് അവർ ആൽബിയും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അവരെ വിളിക്കുകയാണ് രാഹുൽ. അപ്പം അയാൾ ഫോൺ എടുത്ത സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തായി? അവന് ടെക്സ്റ്റൈൽസിനകത്തേക്ക് കയറിയിട്ടാണുള്ളത് സാർ, തിരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ പള്ളയ്ക്ക് കത്തി കയറും സാറേ. അപ്പോൾ രാഹുൽ വാൺ ചെയ്യുന്നുണ്ട്, മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടേ അവിടുന്ന് പോരാവൂ, അല്ലാതെ അബദ്ധം പറ്റരുത്. അപ്പോൾ അവർ തലയാട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്തിരി ജീവൻ പോലും ബാക്കിയുണ്ടാവരുത്, രാഹുൽ വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളും പറയാണ്, കത്തി കൊണ്ടൊന്ന് കുത്തിയിട്ട് വലിച്ചെടുത്താൽ തീരും സാറേ അവൻ, അത് നീയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ മരിച്ചെന്ന വാർത്ത മാത്രം എനിക്ക് കേട്ടാൽ മതി.
രാഹുൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ഞങ്ങൾ ഈ ജോലി ഏറ്റെടുത്തപ്പോൾ തന്നെ അവൻ മരിച്ചു കഴിഞ്ഞു സാറേ. ഇനി അവൻ മരിച്ചെന്ന വാർത്ത കേൾക്കാൻ വേണ്ടി സാറ് കാത്തിരുന്നോ? സാറിൻ്റെ കാത്തിരിപ്പിനും അവൻ്റെ ആയുസ്സിനും ഇനി അധികം നീളമില്ല സാറേ. രാഹുൽ ഒരു ക്രൂരൻ്റെ മുഖഭാവത്തോടു കൂടി മൂളുകയാണ്. രാഹുൽ നേരെ വന്നിട്ടുണ്ടായിരുന്നത് രൂപയുടെ അടുത്തേക്കാണ്. അപ്പം രൂപേനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ചന്ദ്രസേന അങ്ങോട്ടേക്ക് വരുമോ? അപ്പോൾ രൂപ മറുപടി ഒന്നും പറയുന്നില്ല, പക്ഷേ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ടാണുള്ളത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഒരു ഡ്രാമയുടെ ഭാഗമായിട്ടാണ് നീ അവനെ കാണുന്നത്. എനിക്കും അവനെ കാണുന്നത് ചതുർത്ഥിയാണ്. അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല രൂപേ. ആ സമയത്തൊക്കെ രൂപയുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെയാണുള്ളത്. അപ്പോൾ രൂപ പറയാണ്, ചേട്ടൻ്റെ മനസ്സറിയാവുന്നത് കൊണ്ട് ഞാൻ അയാളെ ഒഴിവാക്കി. അയാൾ ഇന്ന് അങ്ങോട്ട് വരില്ല. അപ്പം രാഹുൽ സന്തോഷത്തോടു കൂടി പറയാണ്, എന്നാൽ പിന്നെ ഞാൻ തന്നെ എല്ലാം മുന്നിൽ നിന്ന് നടത്താം. അപ്പോൾ രൂപ ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം രാഹുൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചന്ദ്രസേനൻ്റെ കുരുട്ടുബുദ്ധിയാണോ എന്നും അറിയില്ല. അപ്പോഴേക്ക് വീണ്ടും രൂപ അതുപോലെ തന്നെ മുഖമൊക്കെ വലിച്ചു മുറുക്കി നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ സോണി മോളുടെ പേരിൽ മാത്രം എഴുതി വെച്ചാൽ പോരായിരുന്നോ? കെട്ടാൻ വേണ്ടി പോകുന്ന പയ്യൻ്റെ പേരിൽ കൂടി എഴുതി വെക്കുന്നത് പിടി മുറുക്കാനാണോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഒരു 3/4% എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഇനി അത് കല്യാണിയുടെയും കിരണിൻ്റെയും പേരിൽ എഴുതി കൊടുക്കാൻ പറയുമായിരിക്കോ? ചന്ദ്രസേനൻ അല്ലെങ്കിൽ കിരണും കല്യാണിയും അത് ആവശ്യപ്പെടുമായിരിക്കോ? രാഹുലിന് അടുത്തൊരു സംശയം വരികയാണ്. അപ്പം അത് പെങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. പക്ഷെ പെങ്ങൾ ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നത്, ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുമോ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല രൂപേ, സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം സരയുടെ പേരിലാക്കാൻ നിന്നതാ നീ. അത് മനസ്സിലാക്കിയിട്ടാ അന്ന് കിരണും സോണിയും കേസ് ഫയൽ ചെയ്തത്. അതുകൊണ്ടാണല്ലോ വസ്തു കൈമാറ്റം നടക്കാതെ പോയത്. അങ്ങനെയുള്ളവർ ഇനി എന്താ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോണിയുടെ കല്യാണമാണ് സേനൻ്റെയും കിരണിൻ്റെയും കല്യാണിയുടെയും ആദ്യത്തെ ലക്ഷ്യം. കല്യാണം കഴിഞ്ഞ് സോണി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെയും അവകാശി കിരണും കല്യാണിയുമാണ്. അതുകൊണ്ട് ആ അവകാശവാദവുമായി അവർ മുന്നോട്ട് പോവോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ രൂപ ഇങ്ങനെ അയാൾ പറയുന്നതൊക്കെ കേട്ടുന്നതിന് ശേഷം കൂളായിട്ട് പറയുന്നുണ്ട്, വരുമ്പോൾ വരട്ടെ, സ്വത്ത് മുഴുവൻ ഞാൻ അവരുടെ പേരിലേക്ക് ആക്കാമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുക്കും. അപ്പോൾ രാഹുൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, രൂപ കൊടുക്കുമോ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ. അപ്പം പെട്ടെന്ന് തന്നെ രൂപ അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ കൊടുക്കും എന്നല്ല, വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞാൽ ഏട്ടൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് അവിടുന്ന് മുങ്ങും. പക്ഷേ രാഹുലിന് അതത്ര വിശ്വാസ്യതയായിട്ട് തോന്നിയിട്ടില്ല. കുറച്ചൊരു ടെൻഷനോടെ തന്നെയാണ് രാഹുൽ ഉള്ളത്. എന്തായാലും ഏട്ടൻ ഇരിക്ക്, ഒന്നിച്ച് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് രജിസ്ട്രാർ ഓഫീസിലേക്ക് പുറപ്പെടാം. എന്നിട്ട് രൂപ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് നടക്കുകയാണ്. ആ സമയം രൂപ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ നാടകത്തിൻ്റെ അവസാനത്തിൽ നിനക്കാണ് വീഴ്ച, നീയാണ് വീഴാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് രാഹുലിനെ നോക്കുകയാണ്. അപ്പോൾ രാഹുൽ ഭയങ്കര സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുന്നുണ്ട്. ശേഷം രൂപ അടുക്കളയിൽ പോകുന്ന സമയത്ത് രാഹുൽ തിരിഞ്ഞ് രൂപയെ നോക്കുന്നുണ്ട് ഒരു കൗശല ചിരിയോടുകൂടി. ആൽബി റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് കയറിയതിന് ശേഷം സാരിയുടെ സെക്ഷനിൽ പോയിട്ട് സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് ആൽബിയെ പിന്തുടർന്നുകൊണ്ട് വന്നിട്ട് നോക്കുന്നുണ്ട് അവൻ എന്താ അതിനകത്ത് ചെയ്യുന്നതെന്നുള്ളത്. തിരിച്ചു വന്നിട്ട് അയാൾ ഗ്യാങ് ലീഡർ അയാളോട് പറയുന്നുമുണ്ട്, അണ്ണാ അവന് ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുക, ഉടൻ തന്നെ ഇറങ്ങുമായിരിക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ വരട്ടെ. അപ്പോൾ ഈ ഗുണ്ടയും കാർ തന്നെ കയറി ഇരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും സോണിയും ചാരുമോളയും കൊണ്ട് ആ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം കാറിന് പുറത്തിറങ്ങിയ ശേഷം കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യും, ഞാനിവിടെ നിന്നോളാം. അതെന്താ അങ്ങനെ? കല്യാണി കൂടെ വാ, സോണി വിളിക്കുന്നുണ്ട്. വേണ്ട സോണി, നിങ്ങൾ ഒരുമിച്ച് വേണ്ട എല്ലാം എടുക്കേണ്ടത്. എങ്കിലും കളർ സെലക്ഷനൊക്കെ നിനക്ക് അറിയുന്നത് പോലെ ആർക്കും അറിയില്ല കല്യാണി, സോണി പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയും, ആഹാ, ആര് പറഞ്ഞു അറിയില്ല എന്ന്? സോണി ഒരു നല്ല ചിത്രകാരിയാന്നുള്ളത് മറക്കരുത്. എങ്കിലും നിൻ്റെ അത്രയില്ല, സോണി പറയുന്നുണ്ട്. അപ്പം കല്യാണി പറയാണ്, സോണിക്കും ആൽബിയേട്ടനും ചാരുമോൾക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ സോണിക്ക് പറ്റും. അപ്പോൾ സോണി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാൻ കാറിലിരുന്നോളാം, ചെല്ലി. ശരി എന്ന് പറഞ്ഞിട്ട് ചാരുമോൾക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ട് കല്യാണി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. സോണിയും കുഞ്ഞും കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. കല്യാണി കാറിന് അകത്ത് തന്നെ കയറി ഇരിക്കുകയാണ്. സോണി കടേൻ്റെ ഉള്ളിലേക്ക് പോകും. അതിനുശേഷം ആൽബിയെ കണ്ടുപിടിച്ചിട്ട് ചാരുമോൾക്ക് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. മോളെ നോക്ക്, പപ്പയെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൽബിക്ക് അരികിലെത്തിയ സമയത്ത് ആൽബി വേഗം ചാരുമോളെ വാങ്ങിക്കുകയാണ്. അപ്പം സോണി ചോദിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോ? ഇല്ല, സോണി കൂടെ വരട്ടെ എന്ന് കരുതിയാണ്. അല്ല, കല്യാണി എവിടെ? ഞാൻ വിളിച്ചതാ, പക്ഷെ അവൾ കാറിൽ തന്നെ ഇരുന്ന് കളഞ്ഞു. അതെന്ത് പറ്റി? നമ്മൾ രണ്ടും കൂടെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങളല്ലേ ഒന്നിച്ചെടുക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ ആൽബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ, നാളെ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവർ ഇപ്പോഴേ ഒന്നിച്ച് പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിക്കോട്ടെ എന്ന് കരുതി കാണും അല്ലേ? അപ്പോൾ ആൽബി പറയുന്നുണ്ട്, കല്യാണിക്ക് നല്ല കളർ സെലക്ഷനൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാനും വിളിച്ചത്, പക്ഷെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ കുഴപ്പമില്ല, താൻ നോക്കി തുടങ്ങിക്കോ. അപ്പോൾ പിന്നെ കുഞ്ഞിനെ സോണിയുടെ കയ്യിൽ ആൽബിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സോണി പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ഭാഗത്ത് സോണി ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്, ഒരു ഭാഗത്ത് ഗുണ്ടകൾ അവരെ വെയിറ്റ് ചെയ്യാണ്, ഒരു ഭാഗത്ത് കല്യാണി കാറിലിരുന്നിട്ട് ഫോണിലിങ്ങനെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഫൈനലി ഒരു സാരി എടുത്തിട്ട് ആൽബി സോണിയുടെ ദേഹത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ദേ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം സോണിയും പറയാണ്, ആഹാ എങ്കിൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതി. പുറത്ത് അക്ഷമരായിട്ട് ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുകയാണ്, രാഹുലിൻ്റെ ഗുണ്ടകൾ. അതേസമയം രാഹുലിനെയും കൂട്ടിക്കൊണ്ടാണ് രജിസ്ട്രാർ ഓഫീസിലേക്ക് രൂപ വന്ന് ഇറങ്ങുന്നത്. പുറത്തിറങ്ങിയ ശേഷം അവരാരെയും അവിടെ കാണാത്തപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ഉടനെ വരില്ലേ? ആ ഉടനെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, നിൻ്റെ മരുമകനാവാൻ പോകുന്ന പയ്യനെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അതിനെന്താ, കുറച്ച് കഴിയുമ്പോൾ കാണാലോ. അപ്പോൾ രാഹുൽ മനസ്സിൽ പരിഹസിച്ചുകൊണ്ട് വിചാരിക്കുകയാണ്, അതെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന അവനെ കുറച്ച് കഴിയുമ്പോൾ നേരിട്ട് കാണാം. അപ്പോൾ രൂപയെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളക്കുന്നുണ്ട്. അല്ല ചന്ദ്രസേനൻ വരില്ലല്ലോ? രാഹുൽ വീണ്ടും സംശയം ചോദിക്കുകയാണ്. വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല ഇനി കിരണും കല്യാണിയും വരുമോ? അപ്പോൾ രൂപ പറയുന്നുണ്ട്, കല്യാണി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിരൺ എന്തോ തിരക്കില്ല. ഞാൻ വന്നത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവോ? രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ കാര്യം, ഇനിയിപ്പോൾ ശത്രുതയൊന്നും വേണ്ടല്ലോ ഏട്ടാ. അപ്പോൾ രാഹുൽ പറയാണ്, ഞാനിടയ്ക്ക് കിരണിനോട് സൗഹൃദം കൂടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ രൂപ പറയാണ്, സാരയില്ല, ചന്ദ്രസേനൻ അവരെ അത്രയ്ക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞു. അയാൾ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിന്നെ ഏട്ടൻ വിചാരിക്കുന്ന പോലെ നടക്കും. അതിനുശേഷം അയാൾ പറയാണ്, ദേ ഇപ്പോൾ സോണിക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ പോവുക, അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ അനന്തരവനെ എൻ്റെ മോൾക്കും കിട്ടണം. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അത് ഇത്തിരി പാടാണ് ഏട്ടാ, കല്യാണിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കളഞ്ഞിട്ട് കിരൺ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല. അപ്പോൾ രാഹുൽ ചോദിക്കുക, കല്യാണി അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണോ? രൂപ പറയുന്നുണ്ട്, എന്താ സംശയം? അതിലെനിക്ക് രണ്ട് അഭിപ്രായമില്ല, അവൾ വളരെ നല്ല പെൺകുട്ടിയാണ്. കിരണിൻ്റെ എല്ലാ വളർച്ചയ്ക്ക് പിന്നിലും അവളാ. അവൾ ഇൻറ്റീരിയർ വർക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റാത്തത്ര ജോലി തിരക്കാ. വലിയ വലിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ അവരെയാണ് വിളിക്കുന്നത്. അപ്പോൾ രാഹുൽ ഒന്നും മറുപടി പറയുന്നില്ല. ശേഷം മനസ്സിൽ ചിന്തിക്കുകയാണ്, ആൽബി എന്ന പയ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ വെട്ടിമാറ്റേണ്ടത് അവളെയാണ്, കല്യാണി എന്ന് പറയുന്നവളെ. പെട്ടെന്ന് രൂപേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്, ആ അങ്ങനെ പോട്ടെ കാര്യങ്ങൾ, അപ്പോൾ എൻ്റെ മോളുടെ ഭാവിയാണ് ഇരുളടഞ്ഞത്. അപ്പോൾ രൂപ പറയാണ്, സാരയില്ല രാഹുലേട്ടാ, എൻ്റെ സ്വത്തുക്കളിൽ ബാക്കി പകുതി വരുന്നത് ഞാൻ സരയുവിന് കൊടുത്തോളാം. കിരണിനും കല്യാണിക്കും ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരത്രയ്ക്ക് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രൂപ ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ടെൻഷനോട് കൂടി പറയുന്നുണ്ട്, കുട്ടികൾ വന്നില്ലല്ലോ. അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, വരില്ലടി, നീ എത്ര സമയം നോക്കിക്കൊണ്ടിരുന്നാലും സൂചികൾ കറങ്ങത്തേ ഉള്ളൂ, എത്തേണ്ട ആളെത്തില്ല. അതേസമയം ടെക്സ്റ്റൈലിൻ്റെ മുന്നിൽ ഗുണ്ടകളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് നിന്നും ആൽബിയും സോണിയും കുഞ്ഞും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഗുണ്ടകൾ ആൽബിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.